എന്തൊക്കെ മേളമായിരുന്നു, പാട്ട്, ഡാൻസ്, കൂത്ത്. എനിക്കപ്പോഴേ തോന്നി ടമാർ പടാർ എല്ലാം കത്തിച്ചാമ്പലാവുമെന്ന്. നിങ്ങളിപ്പോ അവൻ പറയുന്നതും കേട്ട് അവന്റെ വാക്ക് വിശ്വസിക്കും. അവനെന്ന് വെച്ചാൽ റീച്ചിന് വേണ്ടിയിട്ടാണ് ഓരോന്ന് ഇപ്പൊ കാണിച്ചിട്ടിരിക്കുന്നത് മൊത്തത്തിൽ. എന്താടോ കാര്യം? വാട്ട് ഈസ് ദ റീസൺ? ഇപ്പൊ ബ്രേക്കപ്പ് ആയിട്ട് കുറച്ച് ദിവസങ്ങളായി. കുറച്ച് ദിവസങ്ങളായിട്ട് അതിന്റെ പ്രശ്നങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. വേറൊന്നല്ല, ബ്രേക്കപ്പ് ആകാൻ കാരണം വേറൊന്നല്ല, അവളുടെ കുറച്ച് അനാവശ്യ ചാറ്റും കാര്യങ്ങളും അവളും വേറൊരു പോസ്റ്റിലുണ്ടായിരുന്നു. നിങ്ങൾ ശപിച്ചുകൊണ്ട് കൊഞ്ചും, ചിരിച്ചുകൊണ്ട് കരയും, മോഹിച്ചുകൊണ്ട് വെറുക്കും. അവളുടെ കുറച്ച് അനാവശ്യ ചാറ്റും കാര്യങ്ങളും അവളും വേറൊരു പോസ്റ്റിലുണ്ടായിരുന്നു. അത് വേറെ ആയിരുന്നില്ല, എന്റെ കൂട്ടുകാരൻ തന്നെയാണ്. ഞാൻ അവനെ കൂടെ കൊണ്ട് നടന്നവൻ തന്നെയാണ്. അവൻ തന്നെയാണ് എന്നെ ചതിച്ചതും. പറ്റിപ്പോയടാ. വേണ്ട വേണ്ട, നീ ഞാൻ പലതവണ പറഞ്ഞതാ, കേട്ടില്ല. ഞാൻ തന്നെ. അവന് ഈ കുറെ ഫോട്ടോസും കാര്യങ്ങളും അതൊക്കെ പിടിച്ച് ഞാൻ അവന് ഞാൻ എല്ലാ ഫോട്ടോസും അയച്ചു കൊടുത്തിട്ടുണ്ടെന്നല്ലേ പറഞ്ഞ. ഞാൻ അങ്ങനെ ഒരു ഫോട്ടോസും ഒരു കാര്യങ്ങളും അയച്ചു കൊടുത്തിട്ടില്ല. ഈ കാര്യത്തിൽ എനിക്ക് നിന്നോട് യാതൊരു സഹതാപവും ഇല്ല. അത്രയ്ക്ക് നീ ഇവിടെ കിടന്ന് അഹങ്കരിച്ചില്ലേ? ബെസ്റ്റ് രാജയോഗം. ഞാനും വിഷ്ണുവായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇങ്ങനൊരു ആടെ പേരിൽ. പക്ഷെ അന്ന് അങ്ങനൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇവനാണെങ്കിൽ എല്ലാരെ കൊണ്ടും പറഞ്ഞു നടന്ന് ഞാനും അവനും അങ്ങനെ ഒരു കുറച്ച് ബന്ധമുണ്ട്, അങ്ങനെ ഉണ്ട്, ഇങ്ങനെ. അതെന്നാ വർത്താനം പറഞ്ഞു വെച്ചു പോയെ? എല്ലാരെ കൊണ്ടും പറഞ്ഞു നടന്നു. ഇനി പറയാൻ പറ്റാത്ത ആരുമില്ല. അന്നത്തെ അവസാനം നീ എനിക്ക് വേണ്ട, അവന്റെ കൂടെ തന്നെ പൊയ്ക്കോ. ഞങ്ങൾ തമ്മിൽ കല്യാണമൊന്നും അങ്ങനെ കഴിഞ്ഞിട്ടൊന്നും. അതന്നത്തെ ചോരത്തിളപ്പിന്. ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? തണുത്ത് മരവിച്ചു എന്ന് പറയുന്നതാവും ശരി. ജസ്റ്റ് ഇങ്ങനെ ഒരു ഇത് മാത്രമേ. നിയമപരമായിട്ട് ഞങ്ങൾ തമ്മിൽ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴാണെങ്കിൽ എന്റെ ഫുള്ള് ബ്ലാക്ക് മെയിൽ ആണ്. നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. ഫ്ലാഷ് ബാക്ക്. എന്റെ വീട്ടുകാരൊക്കെ നോക്കും. എങ്ങനെയാ ജീവിക്കാൻ ഉദ്ദേശിക്കുന്നത്? സ്നേഹം കൊണ്ട് വയറിനറിയില്ല. അറിയാത്ത പിള്ള ചൊറിയപ്പോൾ അറിയും. ഇപ്പൊ കഞ്ചാവൊക്കെ ആദ്യം വലിക്കുമായിരുന്നു, അതെനിക്ക് അറിയാമായിരുന്നു. പിന്നെ ഇതൊക്കെ നിർത്തിയാലേ ഞാൻ വരുത്തോളം എന്നാ ഞാൻ അവനെ കൊണ്ട് പറഞ്ഞത്. എന്നെ കൊണ്ട് എല്ലാം നിർത്തി എന്നാ പറഞ്ഞത്. ഇവൻ സമനില തെറ്റി ചെയ്യുന്ന ഈ ഇടയായിട്ട് ഇതിന്റെ സ്ഥിരം പരിപാടി. ഇതൊക്കെ വലിച്ചിട്ടാണ് അവൻ ഇങ്ങനത്തുള്ള സംശയരോഗമൊക്കെ കാണിച്ചത്. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ ശരിക്കും കാണിച്ചു കൊടുക്കുക ഇവനുമായിട്ടുള്ള ഈ ബന്ധം. ഇപ്പോഴാണ് ശരിക്കും ഇനിയാണ് കാണിച്ചു കൊടുക്കാൻ പോകുന്നത്. ഇപ്പൊ ചെക്കന്മാരും കൂടി ഇരുന്നിട്ട് കഞ്ചാവ് വലിക്കണം, ആ ഒരു മൈൻഡ് മാത്രമേ അവനുള്ളൂ. എന്നെ നോക്കിയിട്ടില്ല. എനിക്കൊരു സാധനം വാങ്ങി തരണം എന്നൊന്നുമില്ല. ഞാൻ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോയി ചെയ്യണം, അങ്ങനെയൊക്കെ തന്നെ. ഞാൻ പറയുന്നു, അവനൊരു സാമൂഹ്യ ദുരന്തമാണ്. പണിക്കൊന്നുമല്ല, ആ റീച്ചിന് വേണ്ടി മാത്രമാണ് ഒരു ദിവസം പണിക്ക് പോയത്. അവൻ ആ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം. അല്ലാതെ അവൻ പണിക്കൊന്നും പറഞ്ഞ സാധനത്തിലേ പോകത്തില്ല. ശീമപ്പന്നി പോലെ വളർന്ന് എനക്ക് പണിക്ക് വയ്ക്കൂടെ? അച്ഛനും അപ്പനൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞാൻ പണിക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് ഈ ഓടിക്കൂലേ? പിന്നെയാണ് ഈ പറയുന്ന അബീന്ന് പറഞ്ഞ അവന്റെ കാര്യങ്ങൾ പറഞ്ഞത്. പിന്നെ അവനുമായിട്ട് എനിക്ക് അങ്ങനുണ്ട് ഇങ്ങനുണ്ട്, അവന്റെ കൊച്ചാണ് എന്റെ വൈദ്യുല് എന്നൊക്കെ എല്ലാരെയും വിളിച്ച് പറഞ്ഞു കൊടുത്തു. കലിപ്പ് തീരുണ്ടോ ദൈവമേ? അവന്റെ മോത കണ്ടില്ലേ? ഈ എരുമയെ കൊണ്ട് ചവിട്ടിപ്പിക്കട്ടെ പന്നി. എന്റെ എല്ലാ കാര്യങ്ങളും, അവന്റെ വീട്ടിലെ കാര്യങ്ങളും അവന്റെ കാര്യങ്ങളും ജോലിയില്ല എല്ലാം അറിഞ്ഞിട്ടാണ് ഞാൻ അവനെ നോക്കിയത്. പക്ഷെ എന്നിട്ട് എനിക്ക് ഇങ്ങനെയൊക്കെയാണ് കിട്ടിയത്. വൃത്തികേടായിട്ട് പറഞ്ഞു, നീ എടുത്തോ, എന്റെ യൂസ് ഒക്കെ കഴിഞ്ഞ് നീ എടുത്തോ, ഇനി എനിക്ക് വേണ്ട, അങ്ങനെ അത്രയ്ക്കും ബാഡായിട്ടാണ് പറഞ്ഞത്. ഇനി നീ ഇങ്ങനെ കുറച്ചു നാൾ കൊണ്ട് ഉപയോഗിക്കുക, അങ്ങനെയാണോ ഒരു ഭർത്താവിനൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് പറയേണ്ടത്. നീ കൂടെ കൈവിടരുത്. എന്നെ നമ്പി നീ ഇവിടെ നിൽക്കണ്ട. ഈ കാര്യത്തിൽ എനിക്ക് നിന്നോട് യാതൊരു സഹതാപവും ഇല്ല. ഞാനിപ്പോ രണ്ടും എത്തിച്ചിട്ട് ഇനി എന്തായാലും എന്റെ വാശിക്ക് ഇവനെ തന്നെ നോക്കത്തോളാം പറഞ്ഞു. ഇനി എന്നിട്ടാലും എനിക്കതൊരു പ്രശ്നമാണ്. വീടെടുത്ത് കണ്ണൂരിലുണ്ട. ഈ കഞ്ചാവൊക്കെ അടിച്ച് ഇങ്ങനെ ഇത്രയും ഉപദ്രവിക്കുന്ന ആള് കൂടെ നിൽക്കേണ്ടത് ഒരു സ്നേഹമാണോ എന്ന് മനസ്സിലാവുന്നത്. കഞ്ചാവ് അടിച്ചിട്ട് ആ തോന്നുന്നൊരു റിയാക്ഷനാണ് അവനിപ്പോ കാണിച്ചുകൊണ്ടിരിക്കുന്ന മൊത്തത്തിൽ. നിങ്ങൾ തന്നെ പറയും, നിങ്ങളാണ് എല്ലാം തീരുമാനിക്കുന്നത്. എന്തോ എങ്ങനെ എപ്പോഴോ എന്റെ കൂട്ടുകാരൊരു തമാശക്ക് കുറെ കാര്യങ്ങൾ ഇങ്ങനെ ചുമ്മാ മെസ്സേജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്ര മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതിനാണ് അവൻ ഇങ്ങനെയൊക്കെ കിടന്ന് ഇതാണ് പറയുന്നത്. എന്നെ വിശ്വസിക്കാൻ ഞാൻ അങ്ങനത്തെ ഒരാളല്ല. പിന്നെ ഈ അവന്റെ റീച്ചിന് വേണ്ടിയാണ് ഇപ്പൊ അവൻ ഓരോന്ന് കാണിച്ചിട്ടിരിക്കുന്നത്. ഇനിയിപ്പോ അവൻ പാർട്ട് 2 എന്ന് പറഞ്ഞ അടുത്ത വീഡിയോ എന്നെ പറ്റിയിട്ടായിരിക്കും ഇടുന്നത്. പക്ഷെ അവൻ പറയട്ടോ, കുഴപ്പമില്ല എനിക്ക്. ഇവള് നമ്മളെക്കാളും തറയടാ. ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.